അപ്പൊ എങ്ങനെ ലിബിന് തോന്നി ഞാൻ എന്റെ പ്രൊഫഷൻ പാട്ടിലോട്ട് വരണം എന്നുള്ളത് ഏത് പോയിന്റിലാണ് തോന്നി തുടങ്ങിയത്? അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സരിഗമപ്പായോട് കൂടിയാണ് എനിക്ക് അതിന് മുമ്പ് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു സൈഡായിട്ട് കൊണ്ടുപോകാനായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം നമുക്കറിയില്ല ഇതുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ജീവിക്കാൻ പറ്റുമോ, നാളെ നമുക്കൊരു ഫാമിലി ലൈഫ് പ്ലാൻ ബി വേണല്ലോ. പിന്നെ തീർച്ചയായിട്ടും എനിക്കാണെങ്കിൽ ഫാമിലി ലൈഫൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഭാര്യ, കുട്ടികൾ, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ടിപ്പിക്കൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ നമുക്ക് നല്ലൊരു ജോലി വേണം, ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ നല്ല ജോലി. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനൊരു സൈഡായിട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിലാണ്. പക്ഷേ സരിഗമപ്പായുടെ കൂടെ എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് ഇത് പറ്റും, എനിക്കിത് പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്നിട്ടും എനിക്കൊരു വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, വലിയൊരു ദൃഢമായ തീരുമാനമൊന്നും ഉണ്ടായില്ല. അതൊക്കെ എന്റെ കല്യാണത്തിന് ശേഷമാണ് എനിക്ക്. അപ്പൊ കോളേജിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ കല്യാണത്തിലോട്ട് എത്തിയത്? ഇപ്പൊ നിങ്ങളുടെ ഒരു ലവ് മാരേജ് ആണെന്ന് അറിഞ്ഞല്ലോ. അപ്പൊ തെരേസ എന്നാണ് വൈഫിന്റെ പേരല്ലേ? അതെ അതെ. അപ്പൊ തെരേസേനെ എവിടെ വെച്ചാ കണ്ടത്, അതൊന്ന് പറയാമോ? അതായത് അതിനും ഒരു നിമിത്തമായത് സരിഗമപ്പ തന്നെയാണ്. ഓ ശരി. ഇപ്പൊ അതായത് എനിക്ക് അങ്ങനെ പ്രണയങ്ങളൊന്നും കാര്യമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്റെ ജീവിതത്തിൽ.